മണികുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രിഗ്നോമെട്രിയുടെ ആംഗിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാനൊക്കെ പഠിച്ചായിരുന്നു. അതായത് റേഡിയൻ മെഷർ, ഡിഗ്രി മെഷർ, റേഡിയനെ ഡിഗ്രി ആക്കാനും ഡിഗ്രിയെ റേഡിയൻ ആക്കാനും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് ആംഗിൾസ് എല്ലാം പഠിച്ചു വെക്കണം. 30 ഡിഗ്രി എന്ന് വെച്ചാൽ 5/6 ആണ്. 45 ഡിഗ്രി എന്ന് വെച്ചാൽ 5/4 ആണ്. 60 എന്ന് വെച്ചാൽ 5/3 ആണ്. 90 5/2, 180 π, 270 3π/2, 360 2π. അത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. അത് നന്നായിട്ട് പഠിച്ചു വെക്കണം, അത്യാവശ്യം നമുക്ക്. ഇനി നമുക്ക് ഈ ട്രിഗ്നോമെട്രിയുടെ കുറേ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്, ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിൻ്റെ, അതെല്ലാം ഒന്ന് പഠിക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ട്രിഗ്നോമെട്രിക് അതായത് 30, 45, 60 അങ്ങനെയുള്ളതിൻ്റെ സൈന്, കോസ്, ടാൻ അങ്ങനെയുള്ള വാല്യൂസ് എല്ലാം പഠിക്കണം. ആ വാല്യൂസ് ബേസിക്കായിട്ട് സൈനും കോസും ടാനും പഠിച്ചാൽ മതി. അത് പഠിച്ചാൽ തിരിച്ചെഴുതിയാൽ നിങ്ങൾ സീക്കോ കൊസീക്കോ ഒക്കെ കിട്ടും. അപ്പോൾ സൈൻ കോസ് ടാൻ പഠിച്ചാൽ അല്ലെങ്കിൽ സൈനും കോസും പഠിച്ചാലും മതി. സൈനും കോസും പഠിച്ചാൽ നിങ്ങൾക്ക് ബാക്കിയെല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പം അതിനായിട്ട് നമ്മളൊരു യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്യുന്നു. യൂണിറ്റ് സർക്കിൾ എന്ന് വെച്ചാൽ അറിയാം, യൂണിറ്റ് സർക്കിൾ എന്ന് വെച്ചാൽ 1 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിളാണ് യൂണിറ്റ് സർക്കിൾ. 1 യൂണിറ്റ് റേഡിയസ് വരുന്ന സർക്കിൾ, 1 യൂണിറ്റ് റേഡിയസ് വരുന്ന സർക്കിളാണ് യൂണിറ്റ് സർക്കിൾ. അപ്പോൾ ഒരു യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്യുന്നു. യൂണിറ്റ് സർക്കിൾ സെന്റേർഡ് അറ്റ് ഒറിജിൻ, ഒറിജിൻ സെന്റർ ആയിട്ട് വരുന്നത് എന്ന് വെച്ചാൽ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. എക്സ് ആക്സിസും വൈ ആക്സിസും ഈ ഒറിജിനില്ലേ 0 0 0 0 സെന്റർ ആയിട്ട്, ഒറിജിൻ സെന്റർ ആയിട്ട് വരുന്ന, എന്നാൽ 1 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിൾ. 1 യൂണിറ്റ് റേഡിയസ് എന്ന് പറയുമ്പോൾ ഈ റേഡിയസ് 1 യൂണിറ്റാണ്. ഇങ്ങോട്ട് ഇതെല്ലാം 1 യൂണിറ്റ് റേഡിയസ് ഉള്ള ഇങ്ങനെ ഒരു സർക്കിൾ കൺസിഡർ ചെയ്യാം. 1 യൂണിറ്റ് റേഡിയസ് ഉള്ള ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം, ഈ പോയിന്റ് അറിയാം, 1 യൂണിറ്റ് റേഡിയസ് ഉള്ള ഈ സർക്കിൾ എക്സ് കോർഡിനേറ്റ്, ഇവിടെ എക്സ് കോർഡിനേറ്റ് 1 ആണ്, വൈ കോർഡിനേറ്റ് 0 ആണ്. എക്സ് ആക്സിസിൽ വരുമ്പോൾ വൈ കോർഡിനേറ്റ് 0 ആണ്, അറിയാമല്ലോ. ഇനി ഇവിടെ വൈ ആക്സിസിൽ വരുമ്പോഴത്തേക്കും കേട്ടോ എക്സ് കോർഡിനേറ്റ് എക്സിന്റെ വാല്യൂ 0 ആണ്, 0 വരും. പക്ഷെ വൈയുടെ വാല്യൂ 1 ആണ്, വൈയുടെ വാല്യൂ 1. ഇവിടെ വരുമ്പോഴത്തേക്കും എക്സിന്റെ വാല്യൂ ഇങ്ങോട്ടാണ്, നെഗറ്റീവാണ്, -1, വൈയുടെ വാല്യൂ 0 വരും. ഇവിടെ വരുമ്പോഴത്തേക്കും എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് താഴോട്ടാണ്, -1 വരും. ഈ കോർഡിനേറ്റ്സ് നമുക്കറിയാം, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഇല്ല. ഇനി നമ്മൾ ഈ സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുന്നു. ഈ സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റ് പി, നമുക്ക് അതിന് എ എന്നും ബി എന്നും വേണേ കൊടുക്കാം, എയും ബിയും. ഈ ഒറിജിനിൽ നിന്ന് ഈ ലൈൻ വരയ്ക്കുമ്പോൾ ഈ ആംഗിള് എക്സ്, നമുക്ക് ആ ആംഗിളിലെ തൽക്കാലം എക്സ് എന്ന് എടുക്കാം, അതായത് നമ്മൾ ഈ സർക്കിളിൽ ഈ പോയിന്റ്, ഈ സർക്കിളിൽ എവിടെ വേണേലും വരാം കേട്ടോ ഈ പോയിന്റ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. അതായത് ഇവിടെ ഇങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ, ഇവിടെ ഞാൻ ആ പെർപെൻഡിക്കുലർ ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കാവേ. ആ സർക്കിളിൽ തന്നെ വരയ്ക്കുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലേ. അതായത് ഇത് ഒറിജിൻ O, ഇത് P ഓഫ് എ ബി, ഇത് നമ്മുടെ എക്സ് ആക്സിസ്. നമ്മൾ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. പെർപെൻഡിക്കുലർ വരച്ചിട്ട് ആ പോയിന്റ് നമുക്ക് വേണമെങ്കിൽ ഒ പി ക്യൂ എന്ന് വല്ല കൊടുക്കാം, ക്യൂ. ഈ ആംഗിൾ എക്സ് നോക്കാം, പി ഓഫ് എ ബി ആകുമ്പോൾ ഈ ഡിസ്റ്റൻസും നമുക്കറിയാം. പി ഓഫ് എ ബി അല്ലേ, പി ഓഫ് എ ബി എന്ന് പറയുമ്പോൾ ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എ എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് എ. ഇതിന്റെ വൈ കോർഡിനേറ്റ് ബി എന്ന് വെച്ചാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ബി, അതായത് ഈ ഡിസ്റ്റൻസ് ബി വരും. നമുക്കറിയാവുന്ന കാര്യം, അതായത് എക്സ് കോർഡിനേറ്റ് എയും വൈ കോർഡിനേറ്റ് ബി നിങ്ങൾ വരയ്ക്കുന്നതാണ്. ഇപ്പോൾ 1 3 1 2 എന്ന് പറഞ്ഞൊരു പോയിന്റ് വരയ്ക്കുന്നത് എങ്ങനെയാണ്, ഇവിടെ 1 എടുക്കും, ഇവിടെ 2 എടുക്കും, ഇത് രണ്ടും കൂടെ വരുന്ന ഈ പോയിന്റാണ് 1 2. അങ്ങനെ എടുക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് 1ഉം ഈ ഡിസ്റ്റൻസ് 2 ആവും. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പോലെ 1ഉം 2ഉം അങ്ങനെ തന്നെ ഇവിടെ എയും ബിയും കണ്ടോ. ഇനി നമുക്ക് നമ്മുടെ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഇല്ലേ, സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് എക്സെട്ര. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സൈൻ എക്സ് എന്ന് വെച്ചാൽ അഡ്ജസന്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പൊ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പൊ നമുക്ക് സൈൻ എക്സ് നോക്കാം. സൈൻ എക്സ് എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചാൽ എക്സിന്റെ ഓപ്പോസിറ്റ് സൈഡാണ്. എക്സിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ പി ക്യൂ ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ OP ആണ്, ഹൈപ്പോട്ടന്യൂസ് OP. ഈ OPയുടെ പ്രത്യേകത എന്നാ, OP എന്ന് വെച്ചാൽ നമുക്കറിയാം സർക്കിളിന്റെ റേഡിയസ് ആണ്.
സർക്കിളിന്റെ റേഡിയസ് ആണ് OP. അത് 1 ആണെന്ന് നമുക്കറിയാം. 1 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിൾ അല്ലേ എടുത്തേക്കുന്നത്, അത് 1 ആണ്. അതുപോലെ തന്നെ PQ എന്ന് വെച്ചാൽ നമുക്കറിയാം, PQ കണ്ടോ, PQ എന്ന് പറഞ്ഞാൽ B ആണ്. അപ്പൊ sin x ഈക്വൽ ടു B/1, അതായത് sin x ഈക്വൽ ടു B. അതായത് ഈ പോയിന്റ് P ഓഫ് AB നമ്മൾ ഒറിജിനിലേക്ക് ജോയിൻ ചെയ്തു, ആംഗിൾ x കിട്ടി. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള sin x എന്ന് വെച്ചാൽ ഈ പോയിന്റിന്റെ y കോർഡിനേറ്റ് കിട്ടി. sin x ഈക്വൽ ടു y കോർഡിനേറ്റ് കിട്ടി നമുക്ക്. തൽക്കാലം നമ്മൾ നോക്കിയിട്ട് നമുക്ക് cos x കൂടെ കാണാം. cos x എന്ന് പറഞ്ഞാൽ അഡ്ജസന്റ് സൈഡ്, സമീപവശം ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സമീപവശം ബൈ ഹൈപ്പോട്ടന്യൂസ്. എക്സിന്റെ സമീപവശം എന്ന് വെച്ചാൽ A ആണ്. ഹൈപ്പോട്ടന്യൂസ് എപ്പോഴും 90ക്ക് ഓപ്പോസിറ്റാ, 90ക്ക് ഓപ്പോസിറ്റാ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ A ആണ്. ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് വെച്ചാൽ OP എന്ന് വെച്ചാൽ 1 ആണ്. അപ്പൊ cos x ഈക്വൽ ടു A വരും. cos x ഈക്വൽ ടു A, അതായത് cos x ഈ x എടുക്കുമ്പോൾ, ഈ പോയിന്റിൽ നമ്മൾ ഒറിജിനിലേക്ക് വരച്ചു, ആംഗിൾ x എടുക്കുമ്പോൾ cos x എന്ന് പറഞ്ഞാൽ ഇതിന്റെ x കോർഡിനേറ്റും sin x എന്ന് പറഞ്ഞാൽ y കോർഡിനേറ്റും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ sin x ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, A എന്ന് പറഞ്ഞാൽ y കോർഡിനേറ്റ് ആണ്. അതുപോലെ തന്നെ cos x എന്ന് പറഞ്ഞാൽ sin x A അല്ല, sin x B ആണ്. sin x ഈക്വൽ ടു B എന്നല്ലേ നമുക്ക്, sin x ഈക്വൽ ടു B, അത് y കോർഡിനേറ്റ്. cos x ആണ് A, അത് x കോർഡിനേറ്റ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് പലയിടത്തും നമുക്ക് ആവശ്യം വരുന്നതാണ്. യൂണിറ്റ് സർക്കിൾ എടുക്കുമ്പോൾ ആ യൂണിറ്റ് സർക്കിളില് ഈ ഏത് x എടുത്താലും, ഇപ്പം P എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ വരുവാണെങ്കിൽ, ഇവിടെയാണ് വരുന്നതെങ്കിൽ ഇത്രയും വരും x. അപ്പോൾ അവിടുത്തെ sin x എന്ന് പറഞ്ഞാൽ അവിടുത്തെ y കോർഡിനേറ്റ്, cos x എന്ന് വെച്ചാൽ അവിടുത്തെ x കോർഡിനേറ്റ്. നമുക്കത് ഇതിൽ നിന്ന് ജനറൽ ആയിട്ട് കിട്ടുന്നതാണ്. അത് എടുത്ത് പഠിച്ചോണം. നമ്മൾ ഒരു യൂണിറ്റ് സർക്കിൾ എടുക്കുന്നു, കൺസിഡർ ചെയ്യുന്നു. യൂണിറ്റ് സർക്കിളിൽ ഏത് പോയിന്റ് വേണമെങ്കിലും എടുത്താലും ആ പോയിന്റിൽ നിന്ന് ഒറിജിനിലേക്ക് വരയ്ക്കുമ്പോൾ ഒരു ആംഗിൾ അവിടെ കിട്ടും. ആ ആംഗിളിന്റെ sin x എന്ന് പറയുന്നത് ആ പോയിന്റിന്റെ y കോർഡിനേറ്റും cos x എന്ന് പറയുന്ന ആ പോയിന്റിന്റെ x കോർഡിനേറ്റും ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്, നിങ്ങൾ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കണം. sin x ഈക്വൽ ടു y കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ്, cos x ഈക്വൽ ടു x കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ്. ആ പോയിന്റ് x ഒറിജിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് x. അപ്പൊ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ റിസൾട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് പല പല ആംഗിൾസിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. sin x ഈക്വൽ ടു y കോർഡിനേറ്റ് അല്ലേ, cos x ഈക്വൽ ടു x കോർഡിനേറ്റും. അപ്പൊ നമുക്ക് കണ്ടോ, ആംഗിൾ 0 വന്ന്, ആംഗിൾ 0 വരുവാന്ന് വെച്ചാൽ ഈ പോയിന്റ് ഇങ്ങോട്ട് വരും. ആംഗിൾ 0 വരുമ്പോൾ ഈ P എന്ന് പറയുന്ന പോയിന്റ് ഈ ആംഗിൾ ഇവിടെ കിട്ടുന്നില്ല. P എന്ന് പറയുന്ന പോയിന്റ് നേരെ ഇവിടെ വരും. കണ്ടോ, ഇവിടെ വരും. x ഈക്വൽ ടു 0 ആണെങ്കിൽ sin x ഈക്വൽ ടു, sin x എന്ന് പറഞ്ഞാൽ അവിടുത്തെ y കോർഡിനേറ്റ്, പോയിന്റ് P ഇതായിട്ട് മാറും. അവിടുത്തെ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. sin x ഈക്വൽ ടു 0, അതായത് x 0 അല്ലേ, sin 0. അപ്പൊ നമുക്ക് sin 0 എന്ന് പറയുന്നത് 0യും cos 0 എന്ന് പറഞ്ഞാൽ, cos 0 എന്ന് വെച്ചാൽ ഈ ആംഗിൾ 0 ആകുമ്പോൾ cos 0 തന്നെ x കോർഡിനേറ്റ് ആണ്, അത് 1 വരും. sin 0 0യും cos 0 1 വരും. അത് പഠിക്കണം. അതുപോലെ തന്നെ ആംഗിള്, ഈ ആംഗിൾ x എന്ന് പറയുന്നത് ഇപ്പൊ x 0 എന്നും അടുത്ത x π/2, നമ്മൾ 90 എന്നല്ല കേട്ടോ പറയുന്നത്, π/2 എന്നാണ്. നമ്മള് 30 45 അങ്ങനെ പറയുന്നില്ല. ഇനി എല്ലാം റേഡിയൻ മെഷറിലാണ് പറയുന്നത്. ആംഗിൾ π/2 ആണെങ്കിൽ, π/2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി, ഈ x 90 ഡിഗ്രി വരുമ്പോൾ ഇവിടെ വരും ഇത്. അപ്പോൾ പോയിന്റ് ഇത് വരും, 90 ഡിഗ്രി വരുമ്പോൾ പോയിന്റ് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുമ്പോൾ അവിടുത്തെ sin π/2 എന്ന് പറഞ്ഞാൽ അവിടുത്തെ y കോർഡിനേറ്റ്, ഇവിടുത്തെ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. sin 90 എന്ന് വെച്ചാൽ 1 ആണ്. അതുപോലെ cos 90 എന്ന് വെച്ചാൽ cos π/2 എന്ന് വെച്ചാൽ അവിടുത്തെ x കോർഡിനേറ്റ് 0 ആണ്. അപ്പൊ sin 90 1, cos 90 0. ഇനി x is equal to 180 വന്നാൽ പൈ വന്നാൽ 180 എന്ന് വെച്ചാൽ പൈ, x 180 വരുമ്പോൾ ഇത് ഈ പോയിന്റ് ഇങ്ങനെ കറങ്ങി ഇവിടെ വന്നു. 180 എന്ന് വെച്ചാൽ ഇവിടെ വരും, അതായത് പോയിന്റ് P ഇതായിട്ട് മാറും. പോയിന്റ് P ഇതായിട്ട് മാറുമ്പോൾ അവിടെ സൈൻ പൈ എന്ന് പറയുന്നത്, സൈൻ പൈ എന്ന് പറയുന്ന ആ പോയിന്റിന്റെ y കോർഡിനേറ്റ് 0 വരും. കോസ് പൈ എന്ന് പറയുന്ന ആ പോയിന്റിന്റെ x കോർഡിനേറ്റ് -1 വരും. ഇനി x is equal to 3π/2. 3π/2 എന്ന് വെച്ചാൽ 270 ഡിഗ്രി. 270 ഡിഗ്രി വരുമ്പോൾ x എന്ന് പറഞ്ഞാൽ ഇവിടെ വരണം. ഇതാ 270 ഡിഗ്രി വരുമ്പോൾ ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ പോയിന്റ് 0യും -1. അപ്പോൾ sin 3π/2 എന്ന് പറഞ്ഞാൽ അവിടുത്തെ y കോർഡിനേറ്റ് -1. cos 3π/2 എന്ന് പറഞ്ഞാൽ അവിടുത്തെ x കോർഡിനേറ്റ് 0 വരും. ഇനി ഇത് കറങ്ങി പിന്നെ തിരിച്ച് 0യിലേക്ക് തന്നെ വരുമ്പോൾ 360 ഡിഗ്രി ആവും. 360 ഡിഗ്രി ആവും 2π വരും. x is equal to 2π വന്നാൽ
എക്സ് ഇസ് ഈക്വൽ ടു 2π വന്ന് കറങ്ങി തിരിഞ്ഞ് 0യിലേക്ക് ഇവിടെ തന്നെ വരും. ഇവിടെ വരുമ്പോൾ കണ്ടോ 0യും 2πയും സെയിം ആയിട്ട് വരും കേട്ടോ. 0യുടെ അതേ വാല്യൂ തന്നെ 2πക്കും വരും. അപ്പം sin 0 എന്ന് പറയുന്നത് sin 2π എന്ന് പറയുന്ന അവിടുത്തെ y കോർഡിനേറ്റ് 0, cos 2π എന്ന് പറയുന്ന അവിടുത്തെ x കോർഡിനേറ്റ് 1. ഇത്രയും വാല്യൂസ് ഇത് പഠിച്ചിരിക്കണം. അതായത് sin 0 0, cos 0 1, sin π/2 1, cos π/2 0, sin π 0, cos π -1, sin 3π/2 -1, cos 3π/2 0, sin 2π 0, cos 2π 1. ആ വാല്യൂസ് അറിഞ്ഞിരിക്കണം. അത് നിങ്ങൾക്ക് പലയിടത്തും ആവശ്യം വരുന്നതാണ്. ഇത് കൂടാതെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ 30, 45, 60യുടെ വാല്യൂസും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതും പഠിക്കണം. അതെല്ലാം കൂടി ഒരു ടേബിളിലേക്ക് എഴുതിയിടണം. ഒരു ടേബിളിലേക്ക് ഇതെല്ലാം കൂടെ നമുക്ക് എഴുതിയിടാം. ഇപ്പം പഠിച്ച എല്ലാ വാല്യൂസ് ആ ടേബിളിന്റെ വാല്യൂസ് കാണാതെ പഠിച്ചിരിക്കണം. ഇതിന്റെ ഈ ചരിത്രം മുഴുവൻ ഇങ്ങനെ പഠിച്ചില്ലെങ്കിലും വാല്യൂസ് എങ്ങനെ വരുന്നു വാല്യൂസ് കാണാതെ പഠിച്ചിരിക്കണം. അതായത് മേളിൽ ആംഗിൾസ് ആണ്, ആംഗിൾസ് അത് റേഡിയൻ മെഷറിലാണ് ഇനി പറയുന്നത്. 0 ഇനി നമ്മൾ 30, 45 എന്നൊന്നും പറയുന്നില്ല. 0 30 എന്ന് പറഞ്ഞാൽ π/6 ആണ്. പൈക്ക് 180 ഇട്ട് കൊടുത്താൽ മതി. 180/6 അല്ലേ 30. പൈ 180 ആണല്ലോ. 180/6 ആണ് 30. അടുത്തത് π/4 ആണ് 45. π/4 45ന്റെ. അടുത്തത് π/6, π/3 അതാണ് 60. π/3 60. ഇനി π/2 ആണ് 90. 90 π/2. 180 π. 270 3π/2. 2π ആണ് 360. അത് പഠിച്ചു വെക്കണം. ഇനി നമുക്ക് സൈനിന്റെ വാല്യൂസ് ഓരോന്നും. sin 0 നമ്മളിപ്പോൾ എഴുതി. sin 0 0. sin π/6, sin 30. sin 30യുടെ വാല്യൂ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ് 1/2. sin 45 അത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ് 1/√2. sin 60 വെച്ചാൽ 5/3 എന്ന് വെച്ചാൽ √3/2. അടുത്ത sin π/2 ഇപ്പം നമ്മൾ എഴുതി. sin π/2 1 ആണ്. sin പൈയും ഇപ്പോൾ എഴുതി 0 ആണ്. sin 3π/2 ഇപ്പോൾ എഴുതി -1 ആണ്. ഇത് 2π 0. ഇതാണ് സൈനിന്റെ വാല്യൂസ്. ഇത് കാണാതെ പഠിച്ചു വെക്കണം. ഇനി നമുക്ക് കോസിന്റെ വാല്യൂസ് ഇതുപോലെ എഴുതാം. കോസിന്റെ വാല്യൂസ് എഴുതാനായിട്ട് കോസിന്റെ വാല്യൂ cos 0 നമ്മളിപ്പോൾ എഴുതിയായിരുന്നു 1 ആണ്. cos π/6 ഇത് നമുക്ക് എഴുതിയിട്ട് ഇത് അല്ലെങ്കിൽ ഈ 0 തൊട്ട് π/2 വരെയുള്ള വാല്യൂ നേരെ തിരിച്ചെഴുതിയ കോസ് കിട്ടും. അതായത് അവിടെ ഇങ്ങോട്ട് തിരിച്ചെഴുതാം. cos π/2 എന്ന് വെച്ചാൽ cos 0 എന്ന് വെച്ചാൽ ഈ 1 ആണ്. cos π/6 എന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ വാല്യൂ √3/2 ആണ്. ഇത് നിങ്ങൾ അല്ലാതെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒരു എളുപ്പമാർഗം പറഞ്ഞതേ ഉള്ളൂ. അവിടെ ഇങ്ങോട്ട് തിരിച്ചെഴുതിയ കോസ് കിട്ടും. ആദ്യം 1, പിന്നെ √3/2, പിന്നെ 1/√2 തന്നെ. 1/√2 അടുത്ത 1/2, അടുത്തത് 0. അപ്പം കോസ് കിട്ടും. നേരെ തിരിച്ചെഴുതിയാൽ മതി. 0 തൊട്ട് π/2 വരെയുള്ള സംഗതി നേരെ തിരിച്ചെഴുതിയാൽ കോസ് കിട്ടും. അടുത്തത് cos π എന്ന് വെച്ചാൽ നമുക്കറിയാം -1. cos 3π/2 എന്ന് വെച്ചാൽ 0. cos 2π എന്ന് വെച്ചാൽ 1. അതിപ്പോൾ എഴുതില്ല. അടുത്ത ടാൻ. ഇപ്പം ടാൻ എന്ന് വെച്ചാൽ sin x cos x. ടാൻ x വെച്ചാൽ നമുക്കറിയാം sin x/cos x. sin x/cos x അതാണ് ടാൻ x. sin x/cos x ആണ് ടാൻ x. ഈ sin x നെ cos x വെച്ച് ഡിവൈഡ് ചെയ്താൽ ടാൻ x കിട്ടും. sin x/cos x അത് എഴുതിയാൽ ടാൻ x കിട്ടും. അപ്പോൾ നമുക്ക് 0/1 ആണ്. അത് 0 വരും. 0/1 0യെ 1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടും. അടുത്ത 1/2/√3/2. 1/2നെ √3/2 വെച്ച് ഡിവൈഡ് ചെയ്യുക. റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 2/√3. √3/2 കൊണ്ട് ഡിവൈഡ് ചെയ്തതിന് വരെ 2/√3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1/√3 കിട്ടും. 1/√3. അടുത്ത 1/√2നെ 1/√2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫുള്ള് ക്യാൻസൽ ചെയ്തിട്ട് 1 വരും. അടുത്ത √3/2നെ 1/2 വെച്ച് √3/2 /1/2 /1/2 ചെയ്യുന്നതിന് 2/1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ √3/1 വരും. √3 കിട്ടും.
അടുത്തത് ഓക്കെ 1/0. 1/0 നോട്ട് ഡിഫൈൻഡ്. നോട്ട് ഡിഫൈൻഡിനെ നമുക്ക് വേണമെങ്കിൽ ഇൻഫിനിറ്റി എന്ന് എഴുതാം. നോട്ട് ഡിഫൈൻഡ്. നോട്ട് ഡിഫൈൻഡ് ഒക്കെ ഇൻഫിനിറ്റി. 1/0 നോട്ട് ഡിഫൈൻഡ് ആണ്. അതിന് നമുക്ക് ഇൻഫിനിറ്റി എന്ന് വെറുതെ ഒന്ന് കാണിക്കാം. 1/0 നോട്ട് ഡിഫൈൻഡ് ആണ്, ഇൻഫിനിറ്റി. അടുത്ത 0/0 വരുമൊന്നും വരയ്ക്കില്ല. 0യെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താലും 0 വരും. അടുത്തത് -1/0. -1/0 എന്ന് വെച്ചാൽ അതും നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതിയാലും മതി. നോട്ട് ഡിഫൈൻഡ്. നോട്ട് ഡിഫൈൻഡ്. ഇവിടെ നോട്ട് ഡിഫൈൻഡ്. 0/1 0. ഇത്രയും വാല്യൂസ് നിങ്ങൾ പഠിച്ചാൽ സീക്കോ കൊസീക്കോ ഒന്നും പഠിക്കണമെന്നില്ല. അത് റെസിപ്രോക്കൽസ്. ഈ 3 സെറ്റ് വാല്യൂസ് നിങ്ങൾ പഠിച്ചത് സൈനും കോസും ടാനും. ഇത് കിട്ടിയാൽ ബാക്കി കണ്ടുപിടിക്കാം. ടാൻ നേരെ തിരിച്ചിട്ടാ സീക്ക് കിട്ടും, കോസ് തിരിച്ചിട്ടാ അല്ല ടാൻ തിരിച്ചിട്ടാ കോട്ട് കിട്ടും. അതായത് നമ്മൾ പഠിച്ചാണ് ഇതൊന്നിപ്പോൾ ഞാൻ ആദ്യം പറയണമെന്ന് വിചാരിച്ചാൽ മറന്നുപോയി. സൈൻ എക്സ് എന്ന് വെച്ചാൽ നമ്മളിപ്പം പറഞ്ഞത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ എക്സ് എന്ന് വെച്ചാൽ എക്സിന്റെ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് എക്സ് എന്ന് വെച്ചാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. എക്സിന്റെ അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ എക്സ് എന്ന് വെച്ചാൽ ഇതാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. അതിനെ വേണം ഇങ്ങനെ എഴുതാം, സൈൻ എക്സ് ബൈ കോസ് എക്സ്. സൈൻ എക്സിനെ കോസ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്താൽ ടാൻ എക്സ് കിട്ടും. സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ് ടാൻ എക്സ്. ഇത് പഠിച്ചോണേ. ടാൻ എക്സ് ഇത് സൈൻ എക്സ് ബൈ കോസ് എക്സ്. ഇനി കോട്ടെക്സ് എന്ന് വെച്ചാൽ കോട്ടെക്സിനെ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. ടാൻ എക്സിന്റെ റെസിപ്രോക്കൽ ആണ് കോട്ടെക്സ്. 1/tan x ആണ് കോട്ടെക്സ്. 1/tan x ആണ് കോട്ടെക്സ്. അത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇതുണ്ടോ, ഇതിന്റെ റെസിപ്രോക്കൽ അല്ലേ സൈൻ എക്സ് ബൈ കോസ് എക്സ്. കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതാം. അപ്പൊ കോട്ടെക്സ് എന്ന് വെച്ചാൽ ടാൻ എക്സിന്റെ റെസിപ്രോക്കൽ 1/tan x. അത് കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതാം. അതുപോലെ തന്നെ നമുക്ക് സീക്ക് എക്സും കൊസീക്ക് എക്സും എഴുതാം. സീക്ക് എക്സ് എന്ന് വെച്ചാൽ കോസ് എക്സിന്റെ റെസിപ്രോക്കൽ 1/cos x ആണ്. 1/cos x ആണ് സീക്ക് എക്സ്. അതുപോലെ തന്നെ കൊസീക്ക് എക്സ്. കൊസീക്ക് എക്സ് എന്ന് വെച്ചാൽ സൈൻ എക്സിന്റെ റെസിപ്രോക്കൽ 1/sin x. ഇതെല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ്, കോട്ട് എക്സ്, സീക്ക് എക്സ്, കൊസീക്ക് എക്സ്. അപ്പൊ സൈൻ എക്സ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് എക്സ് ഓപ്പോസിറ്റ് ബൈ കോസ് എക്സ് അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ എക്സിന് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് അത് സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ് ടാൻ എക്സ്. കോട്ട് എക്സിന് ടാൻ എക്സിന്റെ റെസിപ്രോക്കൽ തിരിച്ചിട്ടാൽ മതി. അതിനെ കോസ് എക്സ് ബൈ സൈൻ എക്സ് എഴുതാം. സീക്ക് എക്സ് തിരിച്ചിട്ടാൽ മതി. കോസ് എക്സ് തിരിച്ചിട്ടാൽ സീക്ക് എക്സ് കിട്ടും 1/cos x. കൊസീക്ക് എക്സ് വെച്ചാൽ സൈൻ എക്സിന്റെ റെസിപ്രോക്കൽ 1/sin x. ഇതാണ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ഇതിന്റെ ഈ വാല്യൂസ് കാണാതെ പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ശരിക്കും പഠിച്ചു വെക്കുക. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാവും. ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇത് പഠിക്കാതെ പറ്റത്തില്ല. പഠിച്ചേ പറ്റുള്ളൂ. ഈ വാല്യൂസ് എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ വാല്യൂസ്, ഈ ടേബിൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് നമുക്ക് ഒരുപാട് ആവശ്യമുണ്ട്. ഈ വർഷവും അടുത്ത വർഷം ഒക്കെ ആവശ്യമുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. സൈൻ ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്യണം. നമ്മൾ മുമ്പ് എഴുതിയില്ലേ യൂണിറ്റ് സർക്കിൾ, ഒറിജിൻ സെന്റർ ആയിട്ട് വരുന്ന യൂണിറ്റ് സർക്കിൾ. ഒറിജിൻ സെന്റർ ആയിട്ട് വരുന്ന യൂണിറ്റ് സർക്കിൾ എടുക്കുക. എക്സ് ആക്സ്, ഇത് വൈ ആക്സ്, ഒറിജിൻ. ഈ പോയിന്റ് പി ഓഫ് എ ബി, ഈ ആംഗിൾ എക്സ്. ഇപ്പൊ നമ്മൾ ചെയ്താണ്. സൈൻ എക്സ് എന്ന് വെച്ചാൽ വൈ കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ് ബി വരും. കോസ് എക്സ് എന്ന് വെച്ചാൽ എക്സ് കോർഡിനേറ്റ് എ വരും. അത് ഓർത്തിരിക്കണം. ഇത് പലയിടത്തും നമുക്ക് ആവശ്യമുള്ളതാണ്. യൂണിറ്റ് സർക്കിൾ എടുത്താൽ സൈൻ എക്സ് എന്ന് വെച്ചാൽ വൈ കോർഡിനേറ്റും ബിയും, കോസ് എക്സ് എന്ന് വെച്ചാൽ എക്സ് കോർഡിനേറ്റ് ആയ എയും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ഈ പിയെ നമ്മൾ ഇതുണ്ടോ, ഇത് ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ അതേ ആംഗിൾ നമുക്ക് താഴോട്ട് എടുക്കാം. താഴോട്ട് എടുക്കുന്ന ആംഗിൾ -x ആണ്. അതേ ആംഗിൾ താഴോട്ട് എടുക്കാം. നമ്മൾ
ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആന്റി ക്ലോക്ക് വൈസിൽ പോസിറ്റീവും ക്ലോക്ക് വൈസിൽ നെഗറ്റീവ് ആണെന്ന് ആദ്യം പഠിച്ചിരുന്നു. മേളിലോട്ട് എടുക്കുമ്പോൾ അത് എക്സും താഴോട്ട് എടുക്കുമ്പോൾ മൈനസ് എക്സും. ഇനി ഇതിന്റെ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ നോക്കാം, ഈ പോയിന്റ് ക്യൂവിന്റെ എക്സ് കോർഡിനേറ്റിന് ഒരു മാറ്റവും ഇല്ല. എക്സ് കോർഡിനേറ്റ് ഈ എക്സ് കോർഡിനേറ്റ് ആയ എ തന്നെയാണ്. പക്ഷെ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് പോസിറ്റീവ് ബി ആണ്, ഇത് ബി ആണ്, ഇത് പക്ഷേ നെഗറ്റീവ് ബി ആയിട്ട് മാറും. ലെങ്തിനൊന്നും മാറ്റമൊന്നുമില്ല. വൈ കോർഡിനേറ്റ് ഇവിടെ ബി ആണെങ്കിൽ ഇവിടെ മൈനസ് ബി ആണ്. എക്സ് കോർഡിനേറ്റ് സെയിം, അതുകൊണ്ട് ഈ എക്സ് തന്നെയാണ് ഇവിടെ വന്നത്. എക്സ് കോർഡിനേറ്റ് വരച്ച് നോക്കിയാൽ മതി, എ തന്നെ വരും. പക്ഷെ വൈ കോർഡിനേറ്റ് മൈനസ് ബി ആണ്. അപ്പം സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വൈ കോർഡിനേറ്റ് ബി, കോസ് എക്സ് എന്ന് വെച്ചാൽ അവിടുത്തെ എക്സ് കോർഡിനേറ്റ് ആയി എ. അപ്പൊ നമ്മൾ സൈൻ മൈനസ് എക്സ് എടുത്താൽ മൈനസ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ കോർഡിനേറ്റ് മൈനസ് ബി ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ കോർഡിനേറ്റ് നോക്കുക, മൈനസ് ബി. ഇവിടുത്തെ വൈ കോർഡിനേറ്റ് എന്ന് വെച്ചാൽ മൈനസ് ബി ആണ്. അതുപോലെ തന്നെ കോസ് മൈനസ് എക്സ് എന്ന് വെച്ചാൽ അവിടുത്തെ എക്സ് കോർഡിനേറ്റ് മൈനസ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് കോർഡിനേറ്റ് നോക്കുക, അത് എ ആണ്. അപ്പൊ സൈൻ മൈനസ് എക്സ്, അപ്പൊ ആംഗിൾ ഇവിടെ എക്സ് മാറി മൈനസ് എക്സ് വരുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ കോർഡിനേറ്റ് നോക്കുക, മൈനസ് ബി. അതുപോലെ കോസ് മൈനസ് എക്സ് എടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് കോർഡിനേറ്റ് അത് എയും മൈനസ് ബി. ഇനി നമ്മൾ ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യുകയാണ്. അപ്പൊ നോക്കുക, സൈൻ മൈനസ് എക്സ് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടി മൈനസ് ബി ഈക്വൽ ടു മൈനസ് ബി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഈ ബി എന്ന് പറയുന്നത് നമുക്ക് നോക്കുക സൈൻ എക്സ് ആണ്. സൈൻ എക്സ് കണ്ടോ? അപ്പൊ സൈൻ മൈനസ് എക്സ് ഈക്വൽ ടു ഈ മൈനസ് നമുക്ക് ഇതുണ്ട് വെളിയിലേക്ക് എടുക്കാം, മൈനസ് ഇൻറ്റു സൈൻ എക്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. സൈൻ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു സൈൻ എക്സ്. അതുപോലെ കോസ് മൈനസ് എക്സ് നമുക്ക് കിട്ടി, അത് എ ആണ്. ആ എ എന്ന് പറഞ്ഞ് ഇവിടെ നോക്കുക, അത് കോസ് എക്സ് തന്നെയാണ്. അപ്പോൾ സൈൻ മൈനസ് എക്സ് വെച്ചാൽ മൈനസ് ഇൻറ്റു സൈൻ എക്സും കോസ് മൈനസ് എക്സ് വെച്ചാൽ കോസ് എക്സും ആണ്. ഇത് വെച്ച് ടാനും കോട്ടും സീക്കും നമ്മളെല്ലാം കണ്ടുപിടിക്കാൻ പോവാം. കോട്ടും സീക്കും എല്ലാം നമുക്ക്. അപ്പൊ സൈൻ മൈനസ് എക്സ് മൈനസ് സൈൻ എക്സ്, കോസ് മൈനസ് എക്സ് കോസ് എക്സ്. ഇത് നമുക്ക് ടാൻ മൈനസ് എക്സ് കാണാം. ടാൻ മൈനസ് എക്സ് എന്ന് വെച്ചാൽ ടാൻ എക്സ് വെച്ചാൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് അല്ലേ. അപ്പൊ ടാൻ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ സൈൻ മൈനസ് എക്സ് ബൈ കോസ് മൈനസ് എക്സ്. ടാൻ എക്സ് വെച്ചാൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ആണ്. എക്സ് മാറി മൈനസ് എക്സ് വരുമ്പോൾ ഇക്വേഷനിലും മൈനസ് എക്സ് ഇടുക. അപ്പൊ ടാൻ മൈനസ് എക്സ് വെച്ചാൽ സൈൻ മൈനസ് എക്സ് ബൈ കോസ് മൈനസ് എക്സ് ആണ്. അതായത് സൈൻ മൈനസ് എക്സ് നമ്മൾക്ക് ഇപ്പോൾ കിട്ടി മൈനസ് സൈൻ എക്സ് ബൈ കോസ് മൈനസ് എക്സ് കോസ് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം ടാൻ എക്സ്. അപ്പോൾ നോക്കുക, ടാനിന്റെ അകത്ത് നെഗറ്റീവ് വന്നാലും മൈനസ് വെളിയിൽ. അപ്പൊ സൈനിന്റെ അകത്ത് നെഗറ്റീവ് വന്നപ്പോൾ നെഗറ്റീവ് വെളിയിലേക്ക് എടുത്തു. കോസിന്റെ അകത്ത് നെഗറ്റീവ് എടുത്തപ്പോൾ നെഗറ്റീവ് കൺസിഡർ ചെയ്യണ്ട, കോസ് എക്സ് തന്നെ. ടാനിന്റെ അകത്ത് നെഗറ്റീവ് വന്നപ്പോൾ നെഗറ്റീവ് വെളിയിലേക്ക് എടുത്തു. ഇനി അതുപോലെ തന്നെ കോട്ടിന്റെ അകത്തും കോട്ട് മൈനസ് എക്സ് കോട്ട് എക്സ് വെച്ചാൽ 1 ടാൻ എക്സ് അല്ലേ. 1 ടാൻ എക്സിന് പകരം മൈനസ് എക്സ്, 1 ടാൻ മൈനസ് എക്സ്. കോട്ട് എന്ന് വെച്ചാൽ 1 ടാനാ. ഇവിടെ എന്തായാലും വരുന്നത് അത് ഇവിടെ ഇടണം. ഇനി നമ്മൾ ഇപ്പം കണ്ടുപിടിച്ചു ടാൻ മൈനസ് എക്സിന് വരെ ഈ വാല്യൂ കൊടുത്തു, 1 മൈനസ് ടാൻ എക്സ്. കാരണം ടാൻ മൈനസ് എക്സ് മൈനസ് ടാൻ എക്സ് ആണ് നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൈനസ് ടാൻ എക്സ് എഴുതി. ഈ മൈനസ് മേളിൽ എഴുതിയാലും താഴെ എഴുതിയാലും ഒന്ന് തന്നെയാണ്. മൈനസ് നമ്മൾ മേളിൽ എഴുതുന്നു, 1 ടാൻ എക്സ് വെച്ചാൽ കോട്ട് എക്സ്. അപ്പോൾ കോട്ടിന്റെ അകത്ത് മൈനസ് വന്നാൽ നമുക്ക് മൈനസ് വെളിയിലേക്ക് എടുക്കാം. കോട്ടിന്റെ അകത്ത് മൈനസ് വന്നാൽ നമ്മൾ വെളിയിലേക്ക് എടുക്കുന്നു. ഇനി അതുപോലെ സീക്കും കൊസീക്കും കൂടെ ഉണ്ട്, അതുകൂടെ ചെയ്ത് നോക്കാം. സീക്ക് മൈനസ് എക്സ് എന്ന് വെച്ചാൽ സീക്ക് എന്ന് വെച്ചാൽ 1 കോസ് ആണ്. കോസിന്റെ റെസിപ്രോക്കൽ 1 കോസ് മൈനസ് എക്സ്. നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് കോസ് മൈനസ് എക്സ് എന്ന് വെച്ചാൽ കോസ് എക്സ് തന്നെയാണ്. അപ്പൊ കോസ് മൈനസ് എക്സിന് വരാൻ 1 കോസ് എക്സ് തന്നെ കൊടുക്കാം. 1 കോസ് എക്സ് എന്ന് വെച്ചാൽ സീക്ക് എക്സ് ആണ്. 1 കോസ് എക്സ് എന്ന് വെച്ചാൽ സീക്ക് എക്സ്. അപ്പൊ സീക്കിന്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് എടുക്കണ്ട. കോസിന്റെ അകത്ത് നെഗറ്റീവ് വരുമ്പോൾ നെഗറ്റീവ് എടുക്കുന്നില്ല. കോസിന്റെ റെസിപ്രോക്കലായി സീക്കിന്റെ അകത്ത് നെഗറ്റീവ് വന്നാലും സീക്ക് നെഗറ്റീവ് എടുക്കണ്ട. ഇനി കൊസീക്ക് മൈനസ് എക്സ് വന്നാൽ 1 കോസീക്ക് എന്ന് വെച്ചാൽ 1 സൈൻ എക്സ് അല്ലേ. സൈൻ എക്സിന് വരെ മൈനസ് എക്സ് ഇടണം. ഇനി സൈൻ മൈനസ് എക്സ് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കിട്ടി മൈനസ് സൈൻ എക്സ് ആണ്. സൈൻ മൈനസ് എക്സിന് വരെ മൈനസ് സൈൻ എക്സ് കൊടുക്കും. അപ്പോൾ 1 മൈനസ് സൈൻ എക്സ്. ഈ മൈനസ് നമുക്ക് മേളിൽ എഴുതാം. 1 സൈൻ എക്സ് കൊസീക്ക് എക്സ് ആണ്.
1/sin x into cosec x. അപ്പോൾ നമുക്ക് സൈനിൻ്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് വെളിയിൽ എടുക്കാം, കോസിൻ്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് എടുക്കുക വേണ്ട, ടാനിൻ്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് വെളിയിൽ എടുക്കാം, കോട്ടിൻ്റെ അകത്ത് വന്നാൽ നെഗറ്റീവ് വെളിയിൽ എടുക്കാം, സീക്കിൻ്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് എടുക്കണ്ട, കോസീക്കിൻ്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് വെളിയിൽ എടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് എഴുതിയിടാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. സൈൻ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. സൈനിൻ്റെ അകത്ത് നെഗറ്റീവ് വരുമ്പോൾ ആ നെഗറ്റീവ് വെളിയിലേക്ക് എടുക്കാം. ഇനി കോസ് മൈനസ് എക്സിൻ്റെ അകത്ത് കോസ് മൈനസ് എക്സ് വന്നാൽ നെഗറ്റീവ് കൺസിഡർ ചെയ്യണ്ട, നെഗറ്റീവ് വെളിയിലോട്ട് എടുക്കേണ്ട അവസ്ഥ ഇതൊന്നുമില്ല, കോസ് എക്സ് വരും. ടാൻ നെഗറ്റീവ് എക്സ് വന്നാൽ മൈനസ് വെളിയിലെടുത്ത് ടാൻ എക്സ് എന്ന് എടുക്കാം. കോട്ട് നെഗറ്റീവ് എക്സ് വന്നാൽ നെഗറ്റീവ് വെളിയിലേക്ക് എടുത്തിട്ട് മൈനസ് കോട്ട് എക്സ് എന്ന് എടുക്കാം. സീക്ക് നെഗറ്റീവ് എക്സ് വന്നാൽ നെഗറ്റീവ് ഒന്നും എടുക്കണ്ട, സീക്ക് എക്സ്. കൊസീക്ക് നെഗറ്റീവ് എക്സ് വന്നാൽ മൈനസ് ഇൻറ്റു കൊസീക്ക് എക്സ്. അപ്പം ഇതെല്ലാം പഠിച്ചു വെക്കണം. ഈ റിസൾട്ടുകൾ പഠിച്ചാൽ മതി. എങ്ങനെ വന്നു എന്ന് പഠിച്ചില്ലെങ്കിലും ഈ റിസൾട്ടുകൾ കോസിൻ്റെ അകത്തും റെസിപ്രോക്കലായി സീക്കിൻ്റെ അകത്തും നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് ഒന്നും എടുക്കണം. ബാക്കി എല്ലാത്തിൻ്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നമുക്ക് വെളിയിലേക്ക് എടുക്കാം. അപ്പം അത് പഠിച്ചു വെക്കണം. ഈ റിസൾട്ട് പഠിച്ചു വെക്കണം. ഈ റിസൾട്ട് പഠിച്ചാൽ മതി. ഇവിടെ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ ഇത് ക്ലിയർ ആക്കി പഠിച്ചു വെക്കണം. മനസ്സിലായോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഈ ഒരു ചെറിയ സംഗതിയും കൂടെ ഉണ്ട് അതിൻ്റെ അകത്ത്. ആ യൂണിറ്റ് സർക്കിൾ വെച്ച് തന്നെ നമ്മൾ വേറെ കുറെ സംഗതികൾ പറയുന്നുണ്ട്. നമ്മൾ എക്സ് ആക്സും വൈ ആക്സും വരയ്ക്കുമ്പോഴേ എക്സ് ആക്സും വൈ ആക്സിസും വരയ്ക്കുമ്പോൾ നമ്മുടെ പ്ലെയിൻ കണ്ടോ 4 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 പോർഷനായിട്ട് എക്സ് ആക്സും വൈ ആക്സും ഇത് 1 2 3 4 4 പോർഷനായിട്ട് ഇത് ഇവിടെ കൂടെ നിൽക്കത്തില്ല, അങ്ങ് ഇൻഫിനിറ്റി വരെ പോകുന്ന നമ്മൾ എക്സ് ആക്സും വൈ ആക്സും വരച്ച് കഴിയുമ്പോൾ പ്ലെയിനിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ പാർട്ടിനും പറയുന്ന പേരാണ് ക്വാഡ്രൻസ്. ക്വാഡ്രൻസ്. ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പം നമ്മുടെ പ്ലെയിനിൽ എക്സ് ആക്സും വൈ ആക്സും വരച്ച് കഴിയുമ്പോൾ പ്ലെയിൻ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെടും. ഓരോ പോർഷൻസിനും ഓരോ പാർട്ടിനും നമ്മൾ പറയുന്ന പേരാണ് ക്വാഡ്രൻസ്. ക്വാഡ്രൻസ് ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. അപ്പം 4 ക്വാഡ്രന്റ് ഉണ്ട്. ഈ ഓരോ ക്വാഡ്രന്റിലും വരുമ്പോൾ ഓരോ ക്വാഡ്രന്റിലുള്ള സൈന് കോസ് ടാന് അതൊക്കെ പോസിറ്റീവ്, അത് നമുക്ക് ഓരോ ക്വാഡ്രന്റിലും സൈൻ എക്സിൻ്റെ സൈൻ എങ്ങനെയാ, കോസിൻ്റെ സൈൻ എങ്ങനെയാ, ടാനിൻ്റെ സൈൻ എങ്ങനെയാ, അതിൻ്റെ എല്ലാത്തിൻ്റെ സൈൻ നമുക്ക് നോക്കാം. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊക്കെ. അപ്പം 4 ക്വാഡ്രന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇനി നമ്മുടെ യൂണിറ്റ് സർക്കിളിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരുന്നു. യൂണിറ്റ് സർക്കിൾ എടുക്കുമ്പോൾ നമുക്കറിയാം സൈൻ എക്സ് ഈക്വൽ ടു വൈ കോർഡിനേറ്റ്, കോസ് എക്സ് ഈക്വൽ ടു എക്സ് കോർഡിനേറ്റ്. സൈൻ എക്സ് ഈക്വൽ ടു വൈ കോർഡിനേറ്റും കോസ് എക്സ് ഈക്വൽ ടു എക്സ് കോർഡിനേറ്റും. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. യൂണിറ്റ് സർക്കിൾ എടുക്കുമ്പോൾ കിട്ടുന്നതാണ്. നമ്മൾ ആദ്യം തന്നെ കാണിച്ചതാണ്. സൈൻ എക്സ് വൈ കോർഡിനേറ്റും കോസ് എക്സ് എക്സ് കോർഡിനേറ്റും നമ്മൾ ഇവിടെ വരച്ചു. നോക്കുക, എക്സ് വൈ എല്ലാം വരച്ചു. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ് ക്വാഡ്രന്റ്, ഇത് ഫോർത്ത് ക്വാഡ്രന്റ്, 4 ക്വാഡ്രന്റ്. അപ്പോൾ ഇവിടെ നോക്കുക, എക്സ് ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ വൈയും പോസിറ്റീവ്. ഇവിടെ നോക്കുക, എക്സ് നെഗറ്റീവ് ആണ്, വൈ അവിടെ പോസിറ്റീവ്. ഇവിടെ എക്സും നെഗറ്റീവ് ആണ്, വൈയും നെഗറ്റീവ്. അപ്പോൾ നമുക്ക് സൈൻ നോക്കാം, എല്ലാത്തിൻ്റെയും സൈൻ നോക്കാം. ഫസ്റ്റ് ക്വാഡ്രന്റ് എടുക്കും. ഫസ്റ്റ് ക്വാഡ്രന്റ് നമ്മൾ എടുക്കുക. ഫസ്റ്റ് ക്വാഡ്രന്റ് എടുത്താൽ സൈൻ എക്സ് വൈ കോർഡിനേറ്റ് അല്ലേ? സൈൻ എക്സ് വൈ കോർഡിനേറ്റ് ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ എക്സും വൈയും, ഇവിടെ എക്സും വൈയും പോസിറ്റീവാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എക്സും പോസിറ്റീവാണ്, വൈയും പോസിറ്റീവാണ്. എക്സും വൈയും പോസിറ്റീവാണ്. അപ്പോൾ സൈൻ എക്സ് വൈ കോർഡിനേറ്റ് ആണ്, പോസിറ്റീവ് വരും. കോസ് എക്സ് എക്സ് കോർഡിനേറ്റ് അതും പോസിറ്റീവാണ്. സൈൻ എക്സും കോസ് എക്സും പോസിറ്റീവാണ്.
അപ്പോൾ tan x എന്ന് പറയുന്നത് sin x by cos x അല്ലേ? sin x by cos x. sin x ഉം പോസിറ്റീവ് ആണ്, cos x ഉം പോസിറ്റീവ് ആണ്. അപ്പോൾ ആൻസർ പോസിറ്റീവ് വരും. ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ കാര്യം മാത്രമായിട്ടോ വരുന്നത്. ഫസ്റ്റ് ക്വാഡ്രന്റ് നോക്കുക, ഇവിടെ x ഉം പോസിറ്റീവ്, y ഉം പോസിറ്റീവ്. അതുകൊണ്ട് sin x y ആ പോസിറ്റീവ്, cos x x ആണ് പോസിറ്റീവ്. tan x എന്ന് പറയുന്നത് sin by cos ആണ്, പോസിറ്റീവ് ബൈ പോസിറ്റീവ്, അതും പോസിറ്റീവ്. cot x എന്ന് പറയുന്നത് 1 by tan അല്ലേ? 1 by tan x, അതായത് 1 by പോസിറ്റീവ്. 1 by പോസിറ്റീവ് എന്ന് വെച്ചാൽ പോസിറ്റീവ്, 1 പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ബൈ പോസിറ്റീവ്, അതും പോസിറ്റീവ് വരും. ഇനി sec x എന്ന് വെച്ചാൽ 1 by cos x ആ. cos x പോസിറ്റീവ്, 1 by പോസിറ്റീവ് വരുമ്പോൾ അതും പോസിറ്റീവ് വരും. ഇനി cosec x എന്ന് വെച്ചാൽ 1 by sin x ആ. 1 by sin x വരും, അതും 1 by പോസിറ്റീവ് ആണ്. അപ്പോൾ അതും പോസിറ്റീവ് വരും. നോക്കാം, ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാ sin x പോസിറ്റീവ്, cos x പോസിറ്റീവ്, tan, cot, sec, cosec എല്ലാം പോസിറ്റീവ്. അതായത് ഓൾ പോസിറ്റീവ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ പോസിറ്റീവ്. ഫസ്റ്റ് ക്വാഡ്രന്റ് അത് നമുക്ക് എ എന്നിടാം. എ മീൻസ് ഓൾ പോസിറ്റീവ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എല്ലാം പോസിറ്റീവ്. sin x ഉം cos x ഉം tan x ഉം എക്സെട്ര എല്ലാം പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ക്വാഡ്രന്റിനെ നമുക്ക് എ എന്ന് ഡിനോട്ട് ചെയ്യാം. എ മീൻസ് ഓൾ പോസിറ്റീവ്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി സെക്കൻഡ് ക്വാഡ്രന്റ് നോക്കാം. ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ കാര്യം ഓക്കെ, എ കിട്ടി, ഓൾ പോസിറ്റീവ് കിട്ടി. ഇനി നമ്മൾ സെക്കൻഡ് ക്വാഡ്രന്റ് എടുക്കാൻ പോവാണ്. സെക്കൻഡ് ക്വാഡ്രന്റ് വരുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ നോക്കുക, എക്സ് ഇവിടെ നെഗറ്റീവാണ്, y എക്സ് ഇതാണ് എക്സ്. സെക്കൻഡ് ക്വാഡ്രന്റ് പറയുമ്പോൾ എക്സ് ഇത്, y ഇത്. എക്സ് നെഗറ്റീവ്, y പോസിറ്റീവ്. എക്സ് നെഗറ്റീവ് വരും, y പോസിറ്റീവ് വരും. ഇത് ഓർത്തിക്കണം, എക്സ് നെഗറ്റീവും y പോസിറ്റീവും. അപ്പൊ അത് വെച്ചോണ്ട് sin x എന്ന് വെച്ചാൽ y അല്ലേ? sin x y കോർഡിനേറ്റ് ആണ്, y ഇവിടെ പോസിറ്റീവാണ്. അപ്പൊ sin x പോസിറ്റീവ്. cos x എന്ന് പറയുമ്പോൾ x കോർഡിനേറ്റ് ആണ്, അത് നെഗറ്റീവ് വരും. sin x പോസിറ്റീവും cos x നെഗറ്റീവും. അത് വെച്ച് ബാക്കിയെല്ലാം tan x എന്ന് വെച്ചാൽ tan x sin by cos അല്ലേ? sin x by cos x. sin x by cos, sin x പോസിറ്റീവ് വരും, cos x നെഗറ്റീവ് വരും. പോസിറ്റീവിനെ നെഗറ്റീവ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവിഷനിൽ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ ആൻസർ നെഗറ്റീവ്. പഠിച്ചല്ലോ, ഡിവിഷന്റെ കേസിൽ പോസിറ്റീവും നെഗറ്റീവും വന്നാൽ ആൻസർ നെഗറ്റീവ്. ഇത് നെഗറ്റീവ് വരും. tan x നെഗറ്റീവ് വരും. cot x 1 by tan x ആ. 1 by tan x നെഗറ്റീവ് അല്ലേ കിട്ടും? 1 by നെഗറ്റീവ് വരും. അതായത് 1 പോസിറ്റീവും താഴെ നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോൾ അതും നെഗറ്റീവ്. ഇനി sec x 1 by cos x ആണ്. cos x നോക്കാൻ നെഗറ്റീവാണ്, 1 by നെഗറ്റീവ്. പോസിറ്റീവ് 1 പോസിറ്റീവ് ബൈ നെഗറ്റീവ് വരുമ്പോൾ അതും നെഗറ്റീവ്. ഇനി cosec x എന്ന് വെച്ചാൽ 1 by sin x ആണ്. 1 by sin x പോസിറ്റീവ്. അപ്പോൾ 1 പോസിറ്റീവ് താഴെ പോസിറ്റീവ്, അപ്പോൾ പോസിറ്റീവ് വരും. അപ്പോൾ നോക്കുക, സെക്കൻഡ് ക്വാഡ്രന്റിന്റെ കാര്യങ്ങൾ നോക്കുക. sin x പോസിറ്റീവ്, cos x, tan x, cot x, sec x അത്രയും നെഗറ്റീവ്. അപ്പോൾ sin x ഉം sin x ന്റെ റെസിപ്രോക്കലായ cosec x മാത്രമേ പോസിറ്റീവ് വരൂ. sin x പോസിറ്റീവ് ആണെങ്കിൽ റെസിപ്രോക്കൽ പോസിറ്റീവേ വരുള്ളൂ. ഒരു സംഗതി പോസിറ്റീവ് ആണെങ്കിൽ റെസിപ്രോക്കലും പോസിറ്റീവേ വരുള്ളൂ. അതുപോലെ ഒരെണ്ണം നെഗറ്റീവ് ആണെങ്കിൽ റെസിപ്രോക്കൽ നെഗറ്റീവേ വരുള്ളൂ. അപ്പോൾ sin x എന്ന് പറഞ്ഞാൽ മതി, ഓട്ടോമാറ്റിക്കലി cosec x പോസിറ്റീവ് ആയിക്കോളും. അപ്പോൾ സെക്കൻഡ് ക്വാർട്ടറിൽ sin x മാത്രമേ പോസിറ്റീവ് വരുള്ളൂ. sin x എന്ന് പറയുമ്പോൾ cosec x ഉണ്ട്, അത് പറഞ്ഞില്ലേലും ഉണ്ട്. അപ്പോൾ sin x ഉം cosec x മാത്രമേ പോസിറ്റീവ് വരുന്നുള്ളൂ, ബാക്കി എല്ലാം നെഗറ്റീവ് ആണ്. അതുകൊണ്ട് സെക്കൻഡ് ക്വാർട്ടറിനെ എസ് എന്ന് ഡിനോട്ട് ചെയ്യാം. എസ് മീൻസ് sin x. നമ്മൾ സൈനും കോസും ടാനും മെയിൻ ആയിട്ട് പറയുന്നുള്ളൂ, ബാക്കി ഇതിന്റെ റെസിപ്രോക്കൽ അത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ സെക്കൻഡ് ക്വാർട്ടറിൽ sin x മാത്രമേ പോസിറ്റീവ് വരുന്നുള്ളൂ, അതായത് sin x ഉം cosec x ഉം, ബാക്കി കംപ്ലീറ്റ് നെഗറ്റീവാണ്. ഇതുപോലെ തന്നെ തേർഡ് ക്വാർട്ടറിൽ നോക്കാം. തേർഡ് ക്വാർട്ടറിൽ വരുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഇതിങ്ങനെ വിശദീകരിച്ച് ഇനി എഴുതുന്നില്ല. തേർഡ് ക്വാർട്ടറിന് തേർഡ് ഇവിടെ എക്സ്, തേർഡിന്റെ എക്സ് ഇതാ നെഗറ്റീവാണ്, തേർഡിന്റെ വൈ ഇതാ അതും നെഗറ്റീവാണ്. എക്സും നെഗറ്റീവ്, വൈയും നെഗറ്റീവ്. എക്സും വൈയും നെഗറ്റീവ് ആയതുകൊണ്ട് sin x ഉം നെഗറ്റീവ്, cos x ഉം നെഗറ്റീവ്. sin x ഉം cos x ഉം നെഗറ്റീവ്. tan x എന്ന് വെച്ചാൽ sin x by cos x അല്ലേ? നെഗറ്റീവ് ബൈ നെഗറ്റീവ്. ഡിവിഷന്റെ കേസിൽ രണ്ടും നെഗറ്റീവ് ആണ്, ആൻസർ പോസിറ്റീവ്. നെഗറ്റീവ് ബൈ നെഗറ്റീവ് അത് പോസിറ്റീവ് അറിയാമല്ലോ.
ടാൻ എക്സ് പോസിറ്റീവ് വരും. കോട്ടെക്സ് എന്ന് വെച്ചാൽ ടാൻ എക്സിന്റെ റെസിപ്രോക്കല 1 പോസിറ്റീവ് വരും. 1 ടാൻ എക്സ് അല്ലേ കോട്ടെക്സ്, 1 പോസിറ്റീവ്, അത് പോസിറ്റീവ് വരും. ഈ സീക്ക് എക്സ് എന്ന് വെച്ചാൽ കോസ് എക്സിന്റെ 1 കോസ് എക്സ് ആ, 1 നെഗറ്റീവ്, 1 നെഗറ്റീവ് നെഗറ്റീവ് വരും. കൊസീക്ക് എക്സ് എന്ന് വെച്ചാൽ സൈൻ എക്സിന്റെ റെസിപ്രോക്കല 1 നെഗറ്റീവ്, അതും നെഗറ്റീവ് വരും. അപ്പൊ നോക്കുക, ഈ ടാൻ എക്സും റെസിപ്രോക്കലായി കോട്ടെക്സും മാത്രമേ തേർഡ് ക്വാർട്ടറിൽ പോസിറ്റീവ് വരും. തേർഡ് ക്വാർട്ടറിൽ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ മതി, ടാൻ എക്സ് മാത്രം ഓട്ടോമാറ്റിക്കലി കോട്ടുണ്ട്, അത് പറഞ്ഞില്ലേലും കുഴപ്പമില്ല. തേർഡ് ക്വാർട്ടറിൽ ടാൻ എക്സ് ഈസ് പോസിറ്റീവ്. തേർഡ് ക്വാർട്ടറിൽ ടാൻ എക്സ് ആണ് പോസിറ്റീവ്. അപ്പൊ ഫസ്റ്റില് എല്ലാം പോസിറ്റീവാണ്, സെക്കൻഡില് സൈനും പോസിറ്റീവ്, ബാക്കി എല്ലാം നെഗറ്റീവ്. തേർഡിലേക്ക് വരുമ്പോൾ ടാനും കോട്ടും മാത്രം പോസിറ്റീവ്, ബാക്കി എല്ലാം നെഗറ്റീവ്. ഇനി ഫോർത്ത് ക്വാർട്ടറിൽ വരുമ്പോഴത്തേക്ക് നോക്കുക, ഫോർത്ത് ക്വാർട്ടറിൽ ഇതാ ഫോർത്ത് ക്വാർട്ടറിൽ എക്സ് പോസിറ്റീവാ, വൈ നെഗറ്റീവാ, എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ്. അതായത് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ വൈ ആ, സൈൻ എക്സ് നെഗറ്റീവ് വരും. കോസ് എക്സ് എന്ന് വെച്ചാൽ എക്സ് ആ, അത് പോസിറ്റീവ് വരും. അപ്പോൾ ടാൻ എക്സ് എന്ന് വെച്ചാൽ സൈൻ ബൈ കോസ് അല്ലേ, നെഗറ്റീവ് ബൈ പോസിറ്റീവ്, നെഗറ്റീവ് വരും. കോട്ടെക്സ് എന്ന് വെച്ചാൽ 1 ടാൻ എക്സ് ആ, 1 നെഗറ്റീവ്, അതും നെഗറ്റീവ്. സീക്ക് എക്സ് എന്ന് വെച്ചാൽ 1 കോസ് എക്സ് ആ, 1 പോസിറ്റീവ്, അത് പോസിറ്റീവ് വരും. കൊസീക്ക് എക്സ് എന്ന് വെച്ചാൽ 1 സൈൻ എക്സ് ആ, 1 നെഗറ്റീവ്, അത് നെഗറ്റീവ്. ഇവിടെ എന്ന് വെച്ചാൽ നോക്കുക, പോസിറ്റീവ് വരുന്നത് കോസ് എക്സും റെസിപ്രോക്കലായ സീക്കും. കോസ് എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് അപ്പോൾ ഓട്ടോമാറ്റിക്കലി വരും കോസ് എക്സിന്റെ സി. എ എസ് ടി സി ഓർത്തിരിക്കണം. എ മീൻസ് ഓൾ പോസിറ്റീവ്, ഫസ്റ്റ് ക്വാർട്ടറിൽ ഓൾ പോസിറ്റീവ്. എസ് മീൻസ് സൈൻ ആൻഡ് പോസിറ്റീവ്, ഓൾ അതേഴ്സ് ആർ നെഗറ്റീവ്. ടി മീൻസ് ടാൻ ആൻഡ് കോട്ടെക്സ് പോസിറ്റീവ്, ഓൾ അതേഴ്സ് ആർ നെഗറ്റീവ്. സി മീൻസ് കോസ് എക്സും സിക് എക്സും വരും, ബാക്കിയെല്ലാം പോസിറ്റീവ്. ഇത് പഠിച്ചു വെക്കണം. 4 ക്വാർട്ടറിലുള്ള ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ സൈൻ അത് നന്നായിട്ട് പഠിച്ചു വെക്കണം. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് അറിഞ്ഞു വെക്കുക. എന്ന് വെച്ചാൽ അത് ഈ ASTC ഒക്കെ അറിഞ്ഞിരിക്കണം. എ മീൻസ് ഓൾ പോസിറ്റീവ്, എസ് മീൻസ് സൈൻ ആൻഡ് പോസിറ്റീവ്, ടി മീൻസ് ടാൻ ആൻഡ് കോട്ട് പോസിറ്റീവ്, സി മീൻസ് കോസ് ആൻഡ് സീക്ക് പോസിറ്റീവ്, ബാക്കിയൊക്കെ അപ്പോൾ നെഗറ്റീവ് വരും. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് അത്യാവശ്യമാണ്, നമുക്ക് ഇനി മുന്നോട്ടും ഒത്തിരി ആവശ്യമുള്ളതാണ്. നിങ്ങൾ നന്നായിട്ട് ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു.